ഗാർഹിക പീഡനം എന്ന് പറഞ്ഞില്ല, അയാൾ എന്നെ ഉപദ്രവിച്ച് 2 പ്രാവശ്യം. എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാൾ എന്റെ മുമ്പിൽ കള്ളു കുടിച്ച് അയാൾ വന്നിട്ടില്ല. 2 പ്രാവശ്യം വന്നപ്പോഴും അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ സാധനങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം മർദ്ദിച്ചിട്ടുണ്ട്. എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് കൊരവള്ളി പൊട്ടിക്കുന്ന പരുവത്തിൽ എന്നെ ഭിത്തിയെ ചേർത്ത് പൊക്കിയിട്ടുണ്ട്. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് അന്ന് ഞങ്ങൾ പിണക്കം കഴിഞ്ഞ് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു 3-4 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇയാൾ കള്ളു കുടിച്ച് വരുന്നു വീട്ടിൽ ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ അനിയൻ വന്നിനോട് പറയുന്നുണ്ട്, ചേട്ടനെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ മണത്തവൻ അങ്ങനെ ഒന്ന് പറയണമെങ്കിൽ ഇയാൾ ഒരു പക്ഷേ സൈക്കോ, ഈ ഒരു ടൈപ്പ് ഓഫ് സൈക്കോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ദേഷ്യം വരുമ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുന്നു, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാണ്, നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഇത് നടന്ന സംഭവം കേട്ടോ, എൻ്റെ വീട്ടിൽ എൻ്റെ ലൈഫിൽ നടന്ന സംഭവം ഞാൻ ഈ പറയാം. മെഡിക്കൽ കോളേജ് പ്രൊമൈസസിൽ ഒരു വണ്ടി വേണ്ട, ജനറൽ ഹോസ്പിറ്റൽ പ്രൊമൈസിൽ വണ്ടി കിടക്കുന്നു. ഇയാൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഡോക്ടറെ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്തൊരു വാഗനർ കാർ കിടക്കുക, പുറകിൽ 2-3 ബൈക്കുകൾ ഇരിക്കുന്നു. സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണത്, പറഞ്ഞാൽ അവർ മാറ്റിത്തരും. ഇയാൾക്ക് കലി ഇളകി ഇയാളെ വണ്ടി ഇടിച്ചു പൊട്ടിച്ചു. സ്വന്തം കാർ കൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വാഗനർ കാർ ഇടിച്ചു പൊട്ടിച്ചു. അന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി ഇയാളാണെന്ന്. കാരണം ഇതിനു മുമ്പ് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് വിഷു, അപ്പം അമ്മയ്ക്ക് വിഷു കഴിഞ്ഞിട്ട് അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പം മരിച്ചിട്ടില്ല ആ സമയത്ത്. കല്യാണം കഴിഞ്ഞ ആദ്യ വിഷു ഏപ്രിൽ. അപ്പോൾ 2015 ഏപ്രിലാണ് എൻ്റെ 2014 ഏപ്രിൽ. അപ്പോൾ 2014 അല്ല 2015 ഏപ്രിൽ, 2015 ഡിസംബർ അപ്പം മരിക്കുന്നത്. അപ്പോൾ വിഷുക്ക് നീട്ടം വൈകുന്നേരം കൊടുക്കണം. അപ്പോൾ ഇയാളെന്നോ എന്തോ റിയൂണിയന് പോയിട്ട് കുടിച്ചിട്ട് വന്നു. അപ്പം വണ്ടി ഡ്രൈവ് ചെയ്ത് വൈകിട്ട് പോകണം. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, കുടിച്ചിട്ടൊരു നല്ല ദിവസമായിട്ട് കുടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് വിഷു കഴിഞ്ഞിട്ടും കൊടുക്കാൻ. അപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്കൂട്ടറിൽ പോയി കൊടുക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി എന്തോ കലിപ്പിച്ചെന്തോ ഉണ്ടാകത്തോ അമ്മയുടെ പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇനി വിഷു. അപ്പോൾ എനിക്ക് ഞാൻ വാശിയില്ലാത്തവളെ, ഞാൻ നല്ല വാശിയുള്ളവള് തന്നെയാണ്. അത് ഞാൻ എവിടെയും പറയും. ന്യായത്തിന് ഞാൻ വാശി പിടിക്കും. അല്ലെങ്കിൽ എൻ്റെ മുമ്പേ ഒന്ന് കാര്യം പറയണം എങ്കിൽ ഓക്കെ, എങ്കിലും വാശിയുള്ളവള് തന്നെയാണ് ഞാൻ. അപ്പോൾ എന്നോട് വന്നിട്ട് അമ്മായിമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെ വാശി പിടിക്കരുത്, അമ്മ ഒരു നല്ല ദിവസമല്ലേ, അമ്മ അവിടെ നിന്ന് വിഷമിക്കും. അതുകൊണ്ട് ഇവർ മറ്റേ പൊതിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവർ വന്നിരുന്നിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട്, ഓ അവളൊരു ഹിഡുമ്പി, എത്ര നല്ല കൊച്ചു. ശിവനാണെങ്കിൽ ചിന്തിക്കും, എത്ര നല്ല അമ്മ, എത്ര നല്ല അച്ഛൻ, എത്ര നല്ല ഭർത്താവ്. അതുപോലെ അവർ നല്ല പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇയാൾ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ. അപ്പോൾ അമ്മ വന്നിട്ട് പറയണം മോളെ. അപ്പോൾ ഞാൻ തണുത്തു. ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി കൊണ്ട് കൊടുക്കാൻ, ഇനി ഞാൻ കാരണം ആദ്യത്തെ വിഷു കുളവാകണ്ട. അപ്പോൾ അമ്മ വിളിച്ചോണ്ടിരിക്കുക, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, അവർ കാത്തിരിക്കുവാണല്ലോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞ്, വേടാ മോനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇയാള് കാർ എടുക്കുന്നു. പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഒരു ഇട റൂട്ടിലാണ് താമസിക്കുന്നത്, ഹൗസിംഗ് കോളനിലാണ് താമസിക്കുന്നത്. അവിടുന്ന് 3-4 വളവുകൾ കഴിഞ്ഞാണ് മെയിൻ റോഡിലേക്ക് കയറുന്നത്. ഇയാൾ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യും, ഇയാൾക്ക് ഭയങ്കര കാർ എന്തൂസിയാസ്റ്റ് ഇയാൾ. അപ്പോൾ ഇയാൾ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കാർ കൊടുത്തിട്ടുണ്ട്, ആ കാറിലാണ് പോകുന്നത്, മാരുതി സ്വിഫ്റ്റ്. അപ്പോൾ അങ്ങനെ ആ കാറിൽ ഇയാൾ വളഞ്ഞു പോകുമ്പോൾ ഇയാൾ എന്തോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല, മുഖം കുറിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികം അങ്ങനെയാണല്ലോ, ഭാര്യ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഭർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, ഒന്ന് വിളിക്കും, അയാൾ കള്ളു കുടിച്ച്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മോശമല്ലേ, എൻ്റെ അമ്മ എന്ത് വിചാരിക്കും, നല്ലൊരു വിഷയത്തിന് പോകുമല്ലെന്ന് ഞാൻ ചോദിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്ത് ചെയ്തു, പിന്നെ ഇത് സംസാരിച്ച് ചെല്ലുന്നത്, ഇയാൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു. ആദ്യം എന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് അമ്മ ഇതെല്ലാം പറഞ്ഞ്, ഇയാളുടെ എൻ്റെ അമ്മായിയമ്മ ഇതെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇയാൾ നല്ല സ്പീഡിൽ സിക്സാഗിൽ വണ്ടി. എനിക്ക് സ്പീഡ് ഇഷ്ടമല്ല. അപ്പോൾ അത്ര സിക്സാഗിൽ ഈ ഇടറൂട്ടിലുള്ള വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സ്വയമായിട്ട് പേടിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, പതുക്കെ ഓടിക്കും, നിങ്ങൾ എന്താ വണ്ടി നിർത്തില്ലെങ്കിൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞതിനകത്ത്. ഫസ്റ്റ് സംഭവം ഞങ്ങളുടെ ആദ്യത്തെ കല്ലുകടിയാണ്. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ കലിങ്കുണ്ട് അവിടെ മെയിൻ റോഡിലേക്ക് കയറി തൊട്ട് മുമ്പ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇയാൾ അതേ സ്പീഡിൽ വണ്ടി റിവേഴ്സ് എടുത്ത് 3-5 കർവുകളും വളവുകളും ഉള്ള ആ മെയിൻ ഹൗസിംഗ് കോളനിയിലെ റോഡ് റിവേഴ്സ് എടുത്ത് വന്ന് വണ്ടി വീട്ടിൽ കയറ്റി. അപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കുക. റിവേഴ്സ് എടുത്ത്, അതേ ദേഷ്യത്തിന് അയാൾ റിവേഴ്സ് എടുത്ത്, അയാൾ സംസാരിക്കില്ല, പക്ഷെ ദേഷ്യം കാണിക്കുന്ന. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി എന്തോ ഇയാൾക്ക് കുഴപ്പമുണ്ട്. എത്ര ദേഷ്യം എന്ന് പറഞ്ഞാലും വണ്ടിയല്ലേ, ആക്സിഡന്റ് ആകത്തില്ലേ, ഇങ്ങനെ കാണിക്കുവാ.